വാക്ക് ഞാൻ അറിഞ്ഞില്ല. അതുകൊണ്ട് എനിക്കൊന്നും റെഡിയാക്കാൻ പറ്റിയില്ല. പക്ഷെ വരും ദിവസങ്ങളിൽ ഞാൻ ബാലൻസ് ചെയ്യാം. ഇനി ഉണ്ടല്ലോ നമ്മളെ ഡെയിലി ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, തിരക്ക് നിങ്ങൾ രണ്ടുപേരും അകത്തോട്ട് പോയിട്ട് ഇഷ്ടമുള്ള വണ്ടി ഏതാ വേണ്ടത് നോക്കിക്കോ. ബാക്കിയുള്ളവന്മാരൊക്കെ സിറ്റി വന്ന് ഗ്രൈൻഡ് ചെയ്ത് മേടിച്ചാൽ മതി. വാക്കിന് വിലയില്ല. എനിക്ക് വാക്കിന് വിലയില്ല. അവന്റെ അവിടെ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് അവിടെ പോയി നോക്കി നീല കളർ കാണാം, അത് ഞെക്കിയാ സിറ്റിയിലെ ഡീലർഷിപ്പുകൾ കാണാം. അല്ലാതെ കണ്ണ് വെച്ച് നോക്കിയാ ഒരു കാറ്റലോഗ് കാണാം. അത് നോക്കിയാ സിറ്റിയിലെ എന്താ പറയാ ടയർ 1 ടയർ 2 ടയർ 3 വെഹിക്കിളും VIP വണ്ടികളും കാണാൻ പറ്റും. നോക്കി കഴിഞ്ഞാൽ മറ്റേ കൂടിയ സാധനങ്ങളും കാറ്റലോഗ് എന്ന് പറഞ്ഞ് കാണിക്കും. സൂപ്പർ കാർസ് ഇതെങ്ങനെ മാറ്റണം? എനിക്ക് ലോഡാവാത്തയാണോ? പോയോ? ലൈവ് പോയോ? ലൈവ് പോയോ? ഇല്ല ഞാൻ ഉണ്ട് ഇവിടെ. കോംബാക്സ് റീഫ്രഷ് ചെയ്താൽ മതി. എനിക്കിത് ലോഡ് ആവുന്നില്ല കേട്ടോ. എന്റെ നെറ്റ് പോയെന്ന് തോന്നുന്നു കേട്ടാ. ഹലോ തെണ്ടി വരും, കുറച്ച് ആൾക്കാർ വരും കേട്ടാ. ഇഗ്നോർ ചെയ്തേരെ. പണിയെടുത്ത് മേടിക്കട്ടെ, അവനൊക്കെ പണിയെടുത്ത് മേടിച്ചാൽ മതി ഇവനൊക്കെ. എനിക്കൊരു കാര്യം പറയണ്ട്, ഇവിടെ മെമ്പേഴ്സിന് വണ്ടി വെറുതെ കൊടുക്കരുത്. സത്യം ഞാൻ പറയാം, വണ്ടി വെറുതെ കൊടുക്കില്ല. എന്നുള്ള രീതിയിൽ അറിയാലോ, ഫണ്ട് വീക്കുന്നതിന്റെ സമയത്തൊക്കെ ഒരു തെണ്ടികൾ കാണിക്കുന്ന നെറുകേടുകള്. ഈ വണ്ടിയൊക്കെ ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ കൊണ്ട് വിറ്റ് കളയും, ഒരു സംശയമില്ല. അതുകൊണ്ട് ദയവ് ചെയ്ത് കൊടുക്കരുത്. ഒരു കാര്യം നടക്കുന്നത് മോശമല്ലേ, ഒരു കാര്യം എല്ലാവർക്കും ഒരു സ്കേറ്റ് ബോർഡ് കൊടുക്കാം. അത് മതി. അപ്പൊ ഒന്നിങ്ങോട്ട് വന്നേ. വണ്ടി തിരക്ക. അപ്പൊ എനിക്ക് ഒന്നും കാണുന്നില്ല അകത്ത് കയറി കഴിഞ്ഞിട്ട്. അത് ലോഡ് ആവുകയെന്ന് തോന്നുന്നു. സാധാ വണ്ടികൾ എന്ന് പറഞ്ഞ ഓക്കെ മൊത്തത്തിൽ പോയി കേട്ടാ. ടൈം വാണിംഗ്. ഇതെന്ത് ഒരു മിനിറ്റ്. സാധാ വണ്ടി എന്ന് പറയുമ്പോ ഏതാ? സ്പോർട്സ്, മസിൽ, SUV, വെഹിക്കിൾ ഷോപ്പ്, ലോഡിംഗ്. ഇവിടെ പണ്ടത്തെ ഇതല്ലടാ, ഇത് എന്തോ പറഞ്ഞ ഡീമനോക്കോ? ആ വണ്ടി ആ പോലെ ഇരിക്കണല്ലേ. സൺവുക്കിംഗ്, ഗെയിം ഓഫ് ടീ സ്റ്റോള്, ഹൗസ് ഓഫ് ടീ, പീക്കീസ് ടീ സ്റ്റോൾ, ബ്രാക്കിംഗ് ടീ, ഡാർക്ക് ടീ, സ്ട്രേഞ്ചർ ടീ. ChatGPT നോക്കി കേട്ടാ സൺവുക്കിംഗ്. താങ്ക് യു സോ മച്ച്. ChatGPT നോക്കി കേട്ടാ അവൻ. ഇത് എത്ര കുറെ വണ്ടി ഉണ്ട് കേട്ടാ. ബ്രാവാഡോ ഗ്രസ്ലി, BMW X5. അമ്പോ അത് കൊള്ളാല്ലേ. BMW X5 എല്ലാം ഉണ്ടറാ. വിഷമായി കുഴപ്പമില്ല, ആർക്കൊരു കുഴപ്പമില്ല. നാളെ നിനക്ക് ഇറക്കാൻ കണ്ണാപ്പി. സെന്റിമെന്റൽ ഉണ്ടാക്കി നമുക്ക് തിരിച്ചെന്തേലും കൊടുക്കണ്ടേ? കയ്യിലെന്തേലും ഉണ്ടോ? എല്ലാവർക്കും ഓരോ ടീഷർട്ടും കടിച്ചു കൊടുത്തോളാം. കൊച്ചു പിള്ളേര് പറഞ്ഞ വാസുമാന്റെ മനസ്സരിക്കും. ഇങ്ങോട്ട് വന്നേ. ഇതിനകത്ത് നേതായിരുന്നേ ഞാൻ എടുക്കുന്നത് എങ്ങനെയാ? അത് ഇഷ്ടമുള്ള ഏതാന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പറയണമല്ലേ? ഞാൻ നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓർഡർ ചെയ്യാം. പിന്നെ വാസുമനെ പോലെ
സരക്കിനെ ഒന്ന് വിളിക്കുക. വാസുവിന്റെ സരക്ക് മാത്രം രണ്ടുപേരും വെളിയിലോട്ട് വന്നു. ഓ അതാ വരുന്നത് സരക്ക്. സരക്കൊന്ന് വെളിയിലോട്ട് വന്നേടാ. സരക്ക് മാഞ്ഞു പോയോ? സരക്കൊന്ന് വെളിയിലോട്ട് വന്നേ സരക്ക്. അത് അപ്പം പറഞ്ഞു പറ്റത്തില്ല. വാസുമനെ ഞാന് ഇവിടെ ബാക്കിയുള്ളവരൊന്ന് ക്ലിയർ ചെയ്യും ഇവിടുന്ന്. ഞാനേ ഒരു സാധനം തരാം വാസുമന്. വാസുമന്റെ ഇത് എത്ര ആധാർ നമ്പർ? ആധാർ നമ്പർ അതെവിടെയായിരുന്നു കാണിക്കുന്നത്? ID 19 കിട്ടിയോ? ഓ കിട്ടി. സരക്ക് കൂടെ വന്നിരുന്നെങ്കിലേ സരക്ക് എന്തിയെ? സരക്ക് വന്നില്ലേ? കുട്ടൻ ചേട്ടാ ഹായ്. താങ്ക് യു സായന്ത് ബ്രോ. രണ്ടു തരം വണ്ടികളുണ്ട്. ഒന്ന് ഈ അടിച്ചു കഴിഞ്ഞാൽ ഈ സിറ്റിക്കകത്തുള്ള വണ്ടികളെല്ലാം കാണാൻ പറ്റും. അതല്ലാതെ കണ്ണു വെച്ച് നോക്കിയേ. കണ്ണു വെച്ച് എങ്ങോട്ട് നോക്കണം? കാറ്റലോഗ്. അതില് ടയർ 3, ടയർ 2, ടയർ 1 കാണിക്കുന്നുണ്ടോ? ടയർ 1 പ്രീമിയം. ടയർ 3 ബീസ്റ്റ് ക്രൂസർ ബീസ്റ്റ്. ടയർ 3 ക്രൂസർ ബീസ്റ്റോ? അതാണ് എന്റെ ഫേവറേറ്റ്. അമ്പോ സൗണ്ട് കൊള്ളാം കേട്ടാ. S1000 RR. ഇതേത് RR? ഇതേത് S1000 RR? അർജുന ബ്രോ നല്ല ശോകമായിരുന്നു. ഇതില് കൊറേ വണ്ടികളുണ്ട് കേട്ടാ. നേരത്തെ എന്തായിരുന്നു പ്രശ്നം? KSD വാപ്പിഡ് ഇതൊക്കെ ലോഡ് ആവുന്നേ ഉള്ളൂ. ഇത് ഡ്യൂക്ക്, സൂപ്പർ ഡ്യൂക്കോ? ഇപ്പൊ റെഡിയായില്ലേ? തലയില് ഹെൽമെറ്റ് വന്നോ? ബൈക്ക് ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തായിരിക്കും അല്ലേ? ഇതെന്താ? ഹലോ, വണ്ടി കയറിയോ? ഇതേത് വണ്ടി? ഓക്കെ സരക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ തോന്നുന്നു. പോയിട്ട് 17K വാച്ചിങ് ദി സ്ട്രീം ഗയ്സ്. എല്ലാവർക്കും വെൽക്കം. എടാ ഇല്ല ഇറക്കില്ല. എന്റെ ജോണി വാങ്ങിച്ചു തരില്ല വണ്ടി. ഒരു വണ്ടി 2 ദിവസം പണിക്ക് പോയി കഴിഞ്ഞാൽ നിനക്ക് ഇവിടുത്തെ എല്ലാ വണ്ടിയും നമ്മളെ കൊണ്ട് പറ്റാത്ത. എവിടെയാണ് വണ്ടി? എവിടെയാണ്? ഇവിടെ വന്നോ? അതെ ആ വണ്ടിയുടെ താക്കോലൊന്നും കൊണ്ടുവരുമോ? അനങ്ങല്ലേ ആരും അനങ്ങല്ലേ. എല്ലാരും റോഡിൽ നിന്ന് 2 സെന്റിമീറ്റർ അകത്തോട്ട് വന്നു. അകത്തോട്ട് കയറിയൊക്കെ കണ്ണാപ്പിയൊക്കെ ഈ റോഡിൽ തന്നെ നിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല. ഇവൻ നിക്കുന്നതിന്റെ ആയിരിക്കും ചിലപ്പോ. 19 താക്കോല് കീഴെല്ലാം കളഞ്ഞില്ലേ? ഇനി സ്റ്റിയറിംഗ് ക്ലിക്ക് ചെയ്യ്. Someone is in driving seat. കണ്ണൻ തന്നെയാണ്. ബേബി അതൊരു ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ വേണേ പോട്ടെ. ആ കീ പുള്ളിയുടെ അതായിരിക്കും. വാസുമനെ ഈ കീയില് ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഉണ്ട്. ആ ഓണർ ഇവിടെ നിന്നിട്ട് ഇപ്പൊ വാസുമൻ ഞെക്കില്ലേ സ്റ്റിയറിംഗ്, എനിക്കൊന്ന് വാസുമൻ അതിന്റെ ഓണർ അല്ലാത്തോണ്ടായിരിക്കും അത് വരാത്തത്. ഇപ്പൊ എന്റെ ഓണർ ഇപ്പൊ ഇവിടെ നിന്ന് സ്റ്റിയറിംഗ് ഞെക്കി കഴിഞ്ഞു കഴിഞ്ഞാല് നോക്കോ പുള്ളിയുടെ അടുത്ത് ഇവിടെ ഞെക്കാൻ പറഞ്ഞ പോരെ? പറഞ്ഞു എനിക്ക് സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളൂ. നേരെ നോക്ക്. പിടിച്ചമയ്ക്കാ മതി. അടുത്ത ബസ് വണ്ടി വളഞ്ഞു വരും നോക്കുന്നത് സ്മൂത്ത് ആയിട്ടാണ്. ഓ അതാ എങ്ങനെയുണ്ട്?
എന്തൊരു സാധനം ഇപ്പൊ കൂട്ടത്തോരെടുത്തില്ല കേട്ടാ വിഷയാണ് വിഷയം. നമ്പർ പ്ലേറ്റ് ഒക്കെയാണ് നമ്പർ പ്ലേറ്റ്. അത് കൊള്ളാലേ. സാറേ വണ്ടി കണ്ടു സാറേ. അയ്യോ ബ്രോ വിഷയം. അലോയൊക്കെ അത് തന്നെ ഇത്. എടാ എന്റെ അമ്മോ കൊള്ളാല്ലേ? അത് തന്നല്ലേ ഇതാരാ ചെയ്തത്? നടക്ക്. അപ്പൊ ഇതാരാ ചെയ്തേ? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഇത് ഇപ്പൊ ഞങ്ങളെ ഗിഫ്റ്റ് തന്നെങ്കിലും ഇത് അമ്പത്തൂരിന്റെ കസ്റ്റംസ് ചെയ്ത വണ്ടിയാണിത്. അമ്പത്തൂര് സീനല്ലേ? ഓ സത്യാക്കി. അപ്പൊ ആ കീ വെച്ചാണോ എനിക്ക് ഈ കാറിന് ഇതാക്കാൻ പറ്റണേ? ഓ വാസ്മൻ ആ കീ വെച്ചിട്ട് അതെ ഈ വണ്ടി വാസ്മന്റെ പേരിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വാസ്മൻ അതായത് ഇത്ര ഡിസ്റ്റൻസ് ഉണ്ട്, ആ ഡിസ്റ്റൻസ് വരെ വണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ഡ്രൈവ് ചെയ്ത് വാസ്മൻ എടുക്കും. ആ സ്റ്റിയറിംഗ് അണ്ണ എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് പോലീസ് സ്റ്റേഷന്റെ അവിടെ കൊണ്ടുപോയി എന്നിട്ട് അണ്ണ കുറച്ച് നീങ്ങിക്കണമെങ്കിൽ അവിടെ നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി അത് ഓടിങ്ങനെ വരും അണ്ണന്റെ അടുത്ത്. കേറിട്ട് ശബ്ദം നോക്കിയാണ് ഷാജിബാബ മറ്റേ സാധനങ്ങൾ തന്നെ എനിക്ക് അണ്ണ ഏറ്റടിച്ചിട്ട് അങ്ങനെ എന്തോ ഉണ്ട്. സാറേ ജി അടിച്ചാൽ മതി വണ്ടി കീ ഉണ്ട്. ഹലോ ഇതാര് ചന്ദ്ര? സുഖല്ലേ? എന്റെ അമ്മോ വിഷയല്ലേ? സൗണ്ടൊക്കെ ഉണ്ടാ? ഇത് വിഷയമാണല്ലോ അണ്ണാ, വിഷയമാണല്ലേ? നല്ല ഇതുള്ള വണ്ടിയാടാ, നന്നായിട്ട് ഓടിക്കാനും പറ്റൂടാ. നല്ല ഹാൻഡ്ലിംഗ് ഉണ്ടോ വണ്ടിക്ക്? വണ്ടിയുടെ കാര്യം മാത്രം വിട്ടുപോയിടാ ചോദിക്കാൻ. എന്താടാ ഞാൻ അന്നവിടെ വന്നിട്ടേ വണ്ടിയുടെ കാര്യം ചോദിക്കാൻ വിട്ടുപോയി. ഞാൻ ആലോചിക്കുന്നു, അത് ഇവിടെ ഇല്ലായിരുന്നടാ, അത് അവിടെ വിനീതിന്റെ അടുത്തായിരുന്നു. ഞാൻ പറഞ്ഞു എന്റെ കാര്യം. നല്ല കിടില ഹാൻഡ്ലിംഗ് ഈ വണ്ടി. അളിയ നീ വണ്ടി ഒന്ന് ഓടിച്ചു നോക്കിയേ, ഒന്ന് ഓടിച്ചു നോക്കിയേ സാറൊക്കെ ഒന്ന്. ഉടനെ ഇറങ്ങി അല്ല ഞാൻ പെട്ടെന്ന് ഇറങ്ങിയത്. അപ്പൊ ഞാൻ വിളിച്ചു ഫ്രണ്ട് കാണാനിരിക്കണം വിചാരിച്ചു. പാസ്വേഡ് ഫ്രണ്ട് ഇരിക്കണ്ടേ? ഇല്ല വേണ്ട ഞാൻ വിടുന്നോളാം. നീ ഒന്ന് ഓടിച്ചു നോക്കിയടാ സാറൊക്കെ. കിടില ഹാൻഡ്ലിംഗ് ഹാൻഡിലാക്ക് ഇല്ലെന്ന് തോന്നുന്നു. തിരിച്ചു കൊടുത്താറേ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഓ കൊണ്ടുവരാ. എടാ നിനക്കത് ഹോട്ട് വയർ ഇത് ചെയ്യണം, നിനക്ക് കീ എന്ന് പറഞ്ഞോടാ, എന്നാലേ പറ്റൂടാ. ചെയ്താ അതെന്താ വേറെ പാപ്പന്റെ അടുത്തോട് കൊണ്ടുചെല്ലാം. വാ എന്നിട്ട് ഓടിച്ചു നോക്കി. ഡോർ അടയ്ക്കുന്ന എങ്ങനെയാ? ഡോർ അടയ്ക്കുന്നത് അണ്ണാ അത് പോസ്റ്റലോട്ട് ഇടിച്ചാൽ തന്നെ അടയും. അല്ല നല്ല ഹാൻഡ്ലിംഗ് അല്ലേ സാറൊക്കെ? ഇതിന് വാസവനെ ഇതിന് വേറെ കാര്യം കൂടെ ഉണ്ട്. അതിനകത്ത് ഇരുന്നിട്ട് വണ്ടിക്കകത്ത് ഡ്രൈവർ സീറ്റ് ഇരുന്നിട്ടേ ആ എക്സ് ഒന്ന് ഞെക്കി പിടിച്ചേ. എന്തിനാ അണ്ണ എന്തൊരു കളിയാ? ഒരു വട്ടം കളിക്കുന്നാരോ കാരണത്തിട്ട് ഇത്ര ഹൈറ്റിൽ ഇത് പൊക്കുകയും ചെയ്യാം, അതേപോലെ താക്കുകയും ചെയ്യാം. അമ്പത്തൂര് ഇത് ആരാ പണിത്? ഇത് പൊന്നനാണ് പൊന്നനാണ് നമ്മുടെ ഇവിടുത്തെ ഇപ്പൊ നമുക്ക് ഇവിടെ 70 അതേപോലെ Z3 രണ്ടും ഉണ്ട് നമ്മുടെ കസ്റ്റംസ് ആയിട്ട്. ഇവിടെ കസ്റ്റം വണ്ടികളെല്ലാം പണിയുന്ന ഇവരാണ്. ഇത് Z3 എന്നാണോ അതിന്റെ പേര്? Z3
അതിലൊരു റെഫറൻസ് ഉണ്ടല്ലോ അമ്പത്തൂര് അതിലൊരു Z3 ആക്കിയല്ലേ. ഒരു കാര്യം കൂടെ ഉണ്ട്. ഒരു കാര്യം കൂടെ ബസ് ഫ്രണ്ടിലോട്ട് വന്നോ, ഈ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് വന്നോ. ഞാൻ ഇനി വേറൊരു സാധനം കൂടെ തരാം. അത് ഈ സിറ്റിയിലുള്ള ഒരു സാധനമാണ്. ഹലോ വാസവന് ഇഷ്ടപ്പെടും. ID 19 അല്ലേ? ID 19. നന്നായിട്ട് പോകുന്നത്. ഒന്ന് മാറിയിട്രാ, ഇച്ചിരിയൊക്കെ എല്ലാരും കൂടെ നിൽക്കുന്നുണ്ട്. കറക്റ്റ് ID കിട്ടുന്നില്ല എനിക്ക്. 19. കുറെ പേരുണ്ട് പുതിയതായി. ഒരു സാധനം കിട്ടിയോ? വാൽവട്രോണിക്കോ? എന്തോന്ന് മനസ്സിലായില്ലേ? എക്സോസ്റ്റ്. വണ്ടിയുടെ ബോണറ്റിന്റെ ഫ്രണ്ടിൽ പോയിട്ട് അതൊന്ന് യൂസ് അടിച്ച്. എടാ ഒന്ന് മാറടാ. വണ്ടിയുടെ ബോണറ്റിന്റെ ഫ്രണ്ടിൽ പോയിട്ട് യൂസ് ആക്കണേ. ഇൻസ്റ്റാളിംഗ് വാൽവട്രോണിക് എക്സോസ്റ്റ്. അപ്പൊ താഴെ കാണിക്കും. താഴെ അവിടെ നിന്ന് ഞെക്കി കൊടുത്താൽ മതി. താഴെ കാണിക്കുന്നത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഓ ഇൻസ്റ്റാളിംഗ്. മനസ്സിലായോ? ഇൻസ്റ്റാൾഡ്. ഓക്കെ, ഇനി വസുവന വണ്ടി എടുത്ത് ഒന്ന് മാറി. അവിടെ ചോദിക്കുക. സ്പീഡിൽ പോയിട്ട് ആക്സിലേറ്റർ ഒന്ന് കൈയെടുത്ത് എന്തിന് സാധനം അത്? ഇനി ഇതിന് വേറെ സെറ്റപ്പ് ഉണ്ട്. ഇനി പിടിക്കാതിരിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ആക്കി ജെ ആണെന്ന് തോന്നുന്നു. ജെ ഞെക്കിയേ. സ്പീഡിൽ പോയിട്ട് നിൽക്കണോ? അല്ല, ഇവിടെ നിർത്തിക്കൊണ്ട് നിൽക്കിയാൽ മതി. ജെ ഞെക്കുമ്പോ എന്തോ കാണിച്ചേ? വാൽവട്രോണിക് എക്സോസ്റ്റ് ടേൺഡ് ഓഫ്. നോർമൽ വണ്ടി അത് ജെ ഞെക്കി കഴിഞ്ഞാൽ അത് ഓണാക്കാം. എന്തിന് കോടിയത് വെച്ചേക്കണോ ഇത്? എന്റെ അമ്മു, ഇത് മൊത്തം അമ്മരാണോ പണിതിരുന്നത്? അല്ലല്ല, വാൽവട്രോണിക് എക്സോസ്റ്റ് നമ്മുടെ സാധനമാണ്. ആണാ? വണ്ടി മൊത്തം അവരാ പണിതത്. എനിക്ക് തോന്നുന്നത് വേറെന്താ അറിയോ പാപ്പ, എനിക്ക് ആദ്യമേ വണ്ടി തന്നപ്പോഴേ വാൽവട്രോണിക്സ് ഉണ്ടായിരുന്നു. എനിക്ക് സൗണ്ട് ഉണ്ടായിരുന്നു. എനിക്ക് സൗണ്ടില് വലിയ ചേഞ്ച് വന്നില്ല. എനിക്ക് പുകയാണ് ചേഞ്ച് വന്നത്. സൗണ്ട് ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷെ ഈ വണ്ടിക്ക് ഓൾറെഡി എക്സോസ്റ്റിന്റെ പോലത്തെ സൗണ്ടാ. ഈ സൗണ്ട് ഓൾറെഡി ഇത് കുറെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച സൗണ്ടാ. ആണല്ലേ? ഇത് ഞങ്ങള് കുറെ കഷ്ടപ്പെട്ടു ഇതിന്റെ സൗണ്ട് കറക്റ്റ് മാച്ചും കിട്ടാൻ വേണ്ടിട്ട്. അത് മാത്രമല്ല, അടുത്ത കൊണ്ടുപോയി വണ്ടി കൊടുക്കണ്ടേ? അതെ. അപ്പൊ ഇവിടെ പീടി കണ്ട എക്സോസ്റ്റ് കണ്ട വണ്ടി പിടിക്കുവോ? സൗണ്ട് പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ടാണ് മറ്റേ ജെ ജെക്കി ഓഫ് ആക്കുന്നത്. റിയൽ ലൈഫിലുള്ള സെയിം കോൺസെപ്റ്റ്. സത്യം. ഞാനതൊന്നും പറഞ്ഞു കൊടുക്കാതിരിക്കണാണ്. അതൊന്നും പറയരുത്. വീട്ടിൽ വന്ന് കൊണ്ടുപോകും. എന്റെ അമ്മോ, ഇതപ്പോ നമുക്ക് എല്ലാ വണ്ടിയിലും ഇൻസ്റ്റാൾ ചെയ്യാം. അത് നമ്മൾ കുറച്ച് വണ്ടികൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ വണ്ടികളിൽ മാത്രം ഇൻസ്റ്റാൾ ചെയ്യും. ഓ, മോസ്റ്റ്ലി പ്രീമിയം കാർസ് എല്ലാം ചെയ്യാൻ പറ്റുമോ? പ്രീമിയത്തിൽ എടുക്കുന്ന കാറിലെല്ലാം പ്രീമിയത്തിൽ മോസ്റ്റ്ലി ചെയ്ത രീതിയിലാക്കും. അതേപോലെ തന്നെ നമുക്ക് ഡീലർഷിപ്പില് ഡുറാങ്കോയില് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന കാർ ഉണ്ടല്ലോ. അത് നൈസ് ഐഡിയ കേട്ടോ. അത് കിടില. അശ്ശോ, രണ്ടാമത്തെ വാണിംഗ് ആയിട്ടാ എനിക്ക്. രണ്ടാമത്തെ ക്യാരറ്റ്. മറ്റേ ഇമോട്ട് ഇതെന്നാലും വിഷയം. ഇത് സസ്പെൻഷൻ പൊക്കി ഓടിച്ചു കഴിഞ്ഞാൽ സ്പീഡ് കുറയും കേട്ടോ. ഓ ചന്ദ്ര, ഒരു സാധനം കാണിച്ചു തരാം. നോക്കിക്കോണേ. നോക്കിക്കോ.
എനിക്ക് കറക്റ്റായിട്ട് എഫക്ട് ചെയ്തില്ല. ഞാൻ കേറിയതല്ലേ. അല്ല അല്ല ഞാൻ കേറിയതല്ലേ. ഇല്ല ക്യാരിയഡല്ല, ഞാൻ ക്യാരിയഡാ. അത് എന്ത് സരക്ക് ഇവിടുത്തെ എല്ലാ നമുക്ക് കുറെ വണ്ടികളില് വാൽട്രോണിക്സ് എക്സോസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഇത് നിന്റെ കയ്യില് ബ്ലാക്ക് മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന സാധനം, അത് നിനക്ക് വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാം. ഇത് ഇപ്പൊ നിന്ന് നോക്ക് സരക്ക്, ഇത് ഞാൻ ഓഫ് ചെയ്യാൻ പറ്റും. എനിക്ക് ഇത് ഓഫ് ചെയ്ത് ഞാനിപ്പോ ഇത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാം. കൊള്ളാം കേട്ടോ, ശരിക്കും വളഞ്ഞിട്ടുണ്ട് കേട്ടാ ഇവിടുത്തെ ആളാണോ പരിചയം ഇത് അപ്പാപ്പാ? അല്ലല്ല ഇവിടുത്തെയാണ്. എടാ അത് സ്ക്രിപ്റ്റ് ആടാ അത് പൊന്നല്ലേ? അതായത് വണ്ടി പണിതത് പൊന്നൻ, പൊന്നെ പക്ഷെ ഈ വാലട്രോണിക് അല്ലാത്തത്. എല്ലാ വണ്ടിക്കും പറ്റും. വണ്ടി എല്ലാ വണ്ടിക്കും പറ്റും. കൊള്ളാം, അടിപൊളി. താങ്ക് യു അപ്പാ, താങ്ക് യു സോ മച്ച്. ഒരുപാട് നന്ദിയുണ്ട്. സത്യം പറഞ്ഞാൽ ഇത് തരണമെന്ന് കരുതി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു. പക്ഷെ അവസാനം നമ്മുടെ എന്താ പറയാ അമ്പത്തൂര് സഹായിച്ചത് കൊണ്ട് അതെ ഞാൻ ഉദ്ദേശിച്ച സാധനം തന്നെ തരാൻ പറ്റി. അതിൽ എനിക്ക് സന്തോഷം. പിന്നെ ഇല്ല എനിക്ക് ഇത്രയും ഇതുള്ള ഒരു കസ്റ്റം വണ്ടി വേറെ കിട്ടിയിട്ടില്ല കേട്ടോ, സത്യം പറയാം. അല്ല എന്റെ ഒറിജിനൽ ഒരു ഇത് എനിക്ക് കിട്ടിയതില് ഡീറ്റെയിലിംഗ് അറ്റ് ഇറ്റ്സ് പീക്കാണിത്, പറയാതിരിക്കാൻ വയ്യ. പിടിക്കാൻ വേണ്ടിട്ട് ഞാനിവിടെ തലകുത്തനെ പറഞ്ഞായിരുന്നു, അറിയാം. ആണല്ലേ? ഓ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരു മിനിറ്റ് ചന്ദ്ര മറ്റടിച്ചെല്ലാം കാണണം കേട്ടാ. അങ്ങോട്ട് അതല്ലേ വരുന്നില്ല കേട്ടോ. ഇതെങ്ങനെ സെർച്ചിൽ വരുന്നില്ലല്ലോ. അത് അടിച്ചാ മതി വരും. എച്ച് അടിക്കുമ്പോ എനിക്ക് ഓൾ ഇട്ടിട്ട് ഒന്നും കാണിക്കുന്നില്ല. ഓൾ ഇട്ടിട്ട് കാണിക്കുന്നില്ല. എച്ച് കിട്ടി 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 കിട്ടി. ഇങ്ങനെ വരത്തുള്ളോ? മറ്റേത് എനിക്ക് കാണിക്കുന്നില്ല. കാണിച്ചില്ലേ? ഇല്ല ഇല്ല. താങ്ക് യു സോ മച്ച്. താങ്ക് യു. നോ പ്രോബ്ലം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മള് അപ്പൊ ഇനി ഇവിടുത്തെ പരിപാടികൾ, അതായത് നമ്മൾ എങ്ങനെയാണ് ഗ്യാങ് ആയിട്ട് തന്നെ നേരെ വരുമല്ലേ? അപ്പൊ നമുക്കിനി വേറെ ഫോർമാലിറ്റീസ് ഒന്നും ഇല്ലല്ലോ സിറ്റിയില്. എല്ലാം സെറ്റാണ്. ആകെ ഒറ്റൊരു ഫോർമാലിറ്റി ബാക്കിയുള്ളൂ. നിങ്ങളെ ഗ്യാങ് ഒക്കെ ആണ് അപ്രൂവ്ഡ് ഒക്കെ ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ വീട് സ്ഥലം ഒക്കെ ഇരിപ്പോ ഇല്ലേ? അപ്പൊ നമുക്ക് നമ്മുടെ സിറ്റിയില് നമ്മുടെ ഗ്യാങ് ഹൗസസ്, അതേപോലെ തന്നെ ഗ്യാങ് ഡ്രസ്, ഗ്യാങ് വണ്ടി, ഈ സാധനങ്ങളെല്ലാം നമുക്ക് സിറ്റിയില് ഗ്യാങ്സിന് പ്രൊവൈഡ് ചെയ്യുന്ന മിസ്റ്റർ എക്സ് എന്ന് പറയുന്ന ഒരു ടീമാണ്. സോ അവരെ നമുക്കൊന്ന് മീറ്റ് ചെയ്യണം. അവരൊരു ടാസ്ക് കൂടെ നമുക്ക് തരും. അതും കൂടെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒഫീഷ്യലി അവര് നമുക്ക് വെൽക്കം. നമുക്ക് ഈ ടാസ്ക് എന്ന് പറയുന്നത് ഒരു വെൽക്കം ടാസ്ക് പോലത്തെ ഒരു സംഭവമാണ്. അപ്പൊ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒഫീഷ്യലി എന്താണ് പറയാ വെൽക്കം ചെയ്യുന്ന സംഭവമാണ്. അപ്പം നമുക്ക് എന്താ അടുത്ത പരിപാടി എന്താണ് നമ്മുടെ? നമുക്ക് നാളെ അവരെ മീറ്റ് ചെയ്യാം. ഇന്ന് ഞാൻ വാസുമോനെ ഒരു ചാലഞ്ച് തരാം. അത് എല്ലാരും വേണമെന്നില്ല, വാസുമോനും സരക്കിനും ബാക്കി ചന്ദ്രനോ എല്ലാരും പറട്ടെ. ആ ചാലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പാടായിരിക്കും. ചെയ്യുവോ? നമ്മള് ചെയ്യാം മാക്സിമം. ഉറപ്പാണോ? ഒരു സംഭവം കൊടുക്കണല്ലോ ഷജിപ്പാപ്പ. എനിക്കൊരു 4 പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടാ. അല്ല ടോർച്ച് നമ്മുടെ ആവശ്യം വരും. 4 പുതപ്പും കൂടി വേണ്ടി വരത്തില്ല. നമുക്ക് ഈ വണ്ടി പോണോ അതോ ഏത് വണ്ടിയിൽ വേണം പോവാ? ആണല്ലോ നമുക്ക് ഇതിൽ പോവാം. നമുക്ക് പെട്ടെന്ന് പോവാല്ലോ. നമുക്ക് ഒന്നേ കിട്ടിയുള്ളൂ. എനിക്ക് അങ്ങനത്തെ 3 കൂടെ 19. ഓക്കെ. അപ്പൊ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ പരിപാടി ചെയ്യാൻ ആരൊക്കെ വരുന്നത്? ചന്ദ്രനും രായരും എല്ലാരും ഉണ്ടോ? അതോ നമ്മള് ഇരിക്കട്ടെ, രണ്ടുപേരോടെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങള് ഓക്കെ ശരി. ചന്ദ്രന്, ഞാൻ, രായന്, സരക്ക്. ഓക്കെ. അപ്പൊ ഒരു 5 ടോർച്ച് 5 ആയി. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ പോവാ. വണ്ടി എടുത്തോ ജോഡി. ഇത് ഒന്നേ പോയിച്ച് വരുന്നേ. നിങ്ങള് വണ്ടി എടുത്തിട്ട് എങ്ങോട്ടേക്ക് നിങ്ങള്? ചന്ദ്രൻ രായന്റെ അടുത്ത് കയറാൻ പറയടാ സരക്ക്. എടാ ചന്ദ്രൻ രായന് ഈ വണ്ടിക്കകത്ത്
ചന്ദ്രൻ എവിടെ? ചന്ദ്ര ഹലോ. ഞാൻ മാർക്ക് ചെയ്ത് തരാം. ആ വഴി പോയാൽ പെട്ടെന്ന് ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ഓഹോ എന്തോ ഉണ്ട് കേട്ടാ. മാർക്ക് ചെയ്തിട്ട് വാസുവിനെ അങ്ങോട്ട് പോയാൽ മതി. ടണല് വന്നല്ലേ ഇത് വേറെ ക്ലാസ് ഉണ്ട്, അത് പിന്നീട് ഒരു ദിവസം തരാം. You have to pay $1,000. അയ്യോ അല്ലല്ല, ഞാൻ ഇടയ്ക്കൊന്ന് തല്ല് നോക്കിയതാ. നല്ല സൗണ്ട് മാറിയത് കേട്ടാ. നല്ല ലൈറ്റ് അതെ അതെ സത്യം, ലൈറ്റ് മാറണം. ലെഫ്റ്റ് എടുത്തു, ലെഫ്റ്റ് 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 നേരെ പോകും. റൈറ്റ് എടുത്തോ. അല്ല നേരെ പോകും, നേരെ പോകും, നേരെ പോകും. ഇവിടുന്ന് റൈറ്റ് എടുത്തോ. ഈ റൈറ്റോ? ഓ അത് കൊള്ളാം കേട്ടോ. സത്യം സത്യം, ആ കട്ടിങ് കൊള്ളാം. പെട്ടെന്ന് സാൻഡ് എത്തി. റൈറ്റ് എടുത്തോ. അത് ഷോർട്ട് കട്ടിന് വേണ്ടി ഒരുപാട് പേര് പറഞ്ഞപ്പം എടുത്തിട്ട് വെച്ചിരുന്നു. ഓ അത് കൊള്ളാം. ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തേ. ഇവിടുന്നല്ല, ഇതിന്റെ എൻഡിൽ. ഓ ഇതിന്റെ എൻഡ് എന്തായിരിക്കും അല്ലേ, എന്താന്നറിയാൻ. അവിടുത്തെ ലെഫ്റ്റ് എടുത്തോ വാസനെ. കുഴപ്പമില്ല, കണ്ടോ കണ്ടോ കണ്ടോ. ഈ റൈറ്റ് ആണോ? ആ അത് നേരെ ഉള്ളൂ. നമുക്ക് സാൻഡി ക്രോസ് ചെയ്താ പോകണ്ടേ. ഓക്കെ ഓക്കെ. ഹാൻഡ്ലിംഗ് ഇടും. സത്യം ബ്രോ, നല്ല ഹാൻഡ്ലിംഗ്. വെള്ളമാണേ. കറക്റ്റ് സ്ഥലം മാർക്ക് ചെയ്യാം. കൊറേ നാൾക്ക് ശേഷമാണ് നല്ല ഹാൻഡ്ലിംഗ് ഉള്ള ഒരു വണ്ടി കിട്ടുന്നത് എനിക്ക്. മാർക്ക് വന്നോ. കേക്കാൻ തന്നെ എന്ത് ഭംഗി. അറിയല്ലേ ഭാഗ്യം. നമ്മളെ ഈ റോഡൊക്കെ ടാർ ചെയ്ത് വാസം. ഓ ഈ റോഡൊക്കെ ടാറായല്ലേ. പെട്ടെന്ന് ഇരുട്ടി കേട്ടാ. ഇവിടെ സ്ലോ ചെയ്തോ. ഇവിടുന്ന് ഇടത്തോട്ട് കയറ്റി വഴി. ഇവിടെ സരക്കെ വാ.